വ്യവസായങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള ചരിത്രത്തിലൂടെ തുടരുന്ന സംഘർഷം. കണ്ണൂർ മാടായിപ്പാറയിൽ ചൈന ക്ലേ ഖനന കമ്പനിക്കെതിരെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഗ്രാമീണർ സമരത്തിലാണ്. കമ്പനിയുടെ മലിനീകരണം മൂലം മണ്ണിനും വെള്ളത്തിനും മനുഷ്യനും വിഷം തീണ്ടി. ഗ്രാമങ്ങൾ എന്തുകൊണ്ടാണ് വ്യവസായങ്ങളോട് ഏറ്റുമുട്ടുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മാടായിപ്പാറ. സസ്യവൈവിധ്യത്തിന്റെ ശിലാതടമായ മാടായിപ്പാറയിൽ യന്ത്രക്കൈകൾ ഭൂമി മാന്തുകയാണ്. ഈ മണ്ണടരുകൾക്കടിയിൽ കളിമണ്ണിന്റെയും ധാതുക്കളുടെയും ഗൂഢനിക്ഷേപമുണ്ട്. ഇത് തേടിയാണ് 1984 മുതൽ മാടായിപ്പാറയിൽ യന്ത്രഖനനം നടക്കുന്നത്. ചൈന ക്ലേ ഖനനം ചെയ്യുന്ന കമ്പനിയുടെ മലിനീകരണം ഒരു ഗ്രാമത്തെ വിഷലിപ്തമാക്കി. കിണറുകൾ കലങ്ങിപ്പോകുകയും ഫലവൃക്ഷങ്ങൾ കരിഞ്ഞു പോകുകയും ഗ്രാമീണർ രോഗികളാകുകയും ചെയ്തു. അപ്പോൾ മരണത്തിന്റെ നാനാർത്ഥങ്ങളെക്കുറിച്ച് ഗ്രാമം ഉറക്കി ചിന്തിച്ചു. സർക്കാരാണ് ഇത് നടത്തുന്നത് എന്നാണ് പറയുന്നത്. സർക്കാരിന് ഇവിടെ ആളെ കൊല്ലാനോ അല്ലെങ്കിൽ കൃഷിഭൂമി നശിപ്പിക്കാനോ ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കാനോ സ്വസ്ഥ ജീവിതം ഇല്ലാതാക്കാനോ അധികാരമില്ല. കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് മാടായിപ്പാറയിൽ ചൈന ക്ലേ ഖനനം നടത്തുന്നത്. 120 ഹെക്ടർ വരുന്ന മാടായിപ്പാറയിൽ 11 ഏക്കർ സ്ഥലമാണ് കമ്പനിക്കുള്ളത്. ഇവിടെ 4700 കോടി രൂപയുടെ കളിമൺ നിക്ഷേപവും 820 കോടി രൂപയുടെ ലിഗ്നൈറ്റും ഉണ്ടെന്നതാണ് ഏകദേശ കണക്ക്. അപൂർവ ഇനം സസ്യജാലങ്ങളുടെ സാന്നിധ്യമാണ് മാടായിപ്പാറയെ പ്രശസ്തമാക്കിയത്. 250ഓളം സസ്യങ്ങളും 100ലേറെ പൂമ്പാറ്റകളും ഇവിടെയുണ്ട്. എന്നാൽ 120 അടി താഴ്ചയിൽ പാറ നീക്കം ചെയ്ത് വൻ കിണറുകൾ കുഴിച്ച് ചൈന ക്ലേ ഖനനം ചെയ്യുമ്പോൾ ഈ ജൈവ പ്രകൃതി തകരുന്നു. സിൽട്ട് എന്ന മാലിന്യം ഒഴുകിയെത്തി കൃഷിയിടങ്ങൾ വന്ധ്യമായി. ഏക്കർ കണക്കിന് സ്ഥലത്തെ തെങ്ങുകൾ നശിച്ചു. കൃഷിക്കാർ നിരാലംബരായി. ചൈന ക്ലേ ശുദ്ധീകരിക്കുമ്പോഴുണ്ടാകുന്ന രാസമാലിന്യം കക്കിത്തോട് വഴിയാണ് ഒഴുക്കിവിടുന്നത്. കക്കിത്തോടിലെ ജലത്തിലെ അമ്ലാംശം സാധാരണത്തേതിനേക്കാൾ 10,000 മടങ്ങ് അധികമാണ്. ഇരുമ്പിന്റെ അംശം 93 മടങ്ങ് കൂടുതലാണ്. അമ്ല ലോഹ സാന്നിധ്യത്താൽ വെള്ളം മഞ്ഞിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രദേശത്തെ ജലസ്രോതസ്സാകെ മലീമസമായി. കിണറുവെള്ളത്തിന് പോലും ഉപ്പുരസമാണ് ഇവിടെ. വർഷങ്ങളായി തുടരുന്ന ഖനനം ഗ്രാമീണരെയാകെ രോഗികളാക്കി. അർബുദ രോഗികളുടെ എണ്ണം ക്രമാതീതമായി പെരുകി. മാടായിപ്പാറയിലെ 10% പേർക്ക് ആസ്മയുണ്ട്. 10%ഓളം പലവിധ അലർജിയാൽ കഷ്ടപ്പെടുന്നു. ശ്വാസം മുട്ടിയിട്ട് നടക്കാൻ കഴിയാത്തൊരു ഞാനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വെള്ളം ശരിയാക്കി തന്നെ. ഈ വെള്ളം കുടിച്ച് ഛർദിക്കുന്നൊരു ഭാഗം ആ മഴക്കാലം കുടിക്കാൻ കഴിയില്ല. ഈ വെള്ളം അടുത്തുള്ള പഞ്ചായത്ത് പൈപ്പും ഞമ്മക്കില്ല കൊണ്ടിട്ട്. പഞ്ചായത്ത് പൈപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തിട്ടതിന് പൊന്നെടുത്ത് ഞങ്ങളെ അത്രയും കഷ്ടത്തിൽ. 12 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളിൽ 12%-ന്റെയും മുടി നരച്ചുപോയതായും സർവേയിൽ വെളിവായി. 3 പതിറ്റാണ്ടോളമായി മാടായിപ്പാറയിൽ നടക്കുന്ന ചൈന ക്ലേ ഖനനമാണ് വിനാശത്തിന്റെ മൂലകാരണം. പീഠഭൂമി പോലെ ഉയർന്നു നിൽക്കുന്ന 900 ഏക്കർ വിസ്തൃതിയുടെ സവിശേഷ ഭൗമവിധാനമാണ് മാടായിപ്പാറ. ഇവിടെ പെയ്യുന്ന മഴ ഭൂമിക്കടിയിലെ കളിമണ്ണിൽ ശേഖരിക്കപ്പെടുകയും വേനൽക്കാലത്ത് ഉറവകളായി 4 പാടേക്കും വിന്യസിക്കപ്പെടുകയുമാണ്. എന്നാൽ ചൈന ക്ലേ ഖനനം മൂലം താഴ്വര വരണ്ടു. ഇത്തരം വിള്ളലുകൾ കൊണ്ട് മാടായിപ്പാറ നിറയുകയാണ്. മനുഷ്യരെ വിഴുങ്ങാൻ പാകത്തിൽ വാപിളർന്നിരിക്കുന്ന വിള്ളലുകൾ ഒരു ജൈവ ദുരന്തത്തിന്റെ വിളംബരങ്ങളാണ്. കേവല ലാഭഗണിതത്തിന്റെ പേരിൽ സർക്കാർ നിയന്ത്രിത ക്ലേ കമ്പനി നടത്തുന്ന ഖനനം
ചരിത്ര പ്രാധാന്യമുള്ള ഒരു മേഖലയുടെ ശവക്കുഴി തോണ്ടലാകുന്നു. 1992 മുതൽ മാടായിപ്പാറയിൽ ഖനന വിരുദ്ധ സമരം നടക്കുന്നു. എന്നാൽ കൈത്തോടുകൾ മലിനമാവുകയും അരുവികൾ അപ്രത്യക്ഷമാവുകയും ഏക്കർ കണക്കിന് കൃഷിഭൂമി വന്ധ്യമാവുകയും ചെയ്തിട്ടും ഖനനം അവസാനിക്കുന്നില്ല. സർക്കാരിനും രാഷ്ട്രീയ നോമിനികൾക്കും കോടികളുടെ ലാഭവിഹിതം കിട്ടുമ്പോൾ പാരിസ്ഥിതിക വിനാശം അവർക്ക് അപ്രധാനമാകുന്നു. എന്നാൽ ഇവിടെ നശിപ്പിക്കപ്പെടുന്നത് ഒരു കുന്നല്ല, നമ്മുടെ തന്നെ വരും തലമുറയുടെ ജീവിക്കാനുള്ള അവകാശമാണ്. Ah